ബൈബിൾ സ്വന്തം കൈപ്പടയിൽ മാറ്റിയെഴുതി എടൂർ സ്വദേശിനി. തന്റെ 86-ാം വയസ്സിലാണ് എടൂർ കമ്പനി നിരത്തിലെ തങ്കമ്മ ടീച്ചർ ബൈബിൾ പൂർണ്ണമായും സ്വന്തം കൈപ്പടയിൽ മാറ്റിയെഴുതിയത്. 4790 പേജുകളിലായി പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായും സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതിയപ്പോൾ കൊട്ടുകപ്പാറ നൂർ ദൽബി സ്കൂളിലെ റിട്ടയർഡ് പ്രഥമാധ്യാപികയായ മരോട്ടിക്കൽ തങ്കമ്മ ടീച്ചറുടെ മുഖത്ത് വിരിയുന്നത് ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയാണ്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. തന്റെ 86-ാമത്തെ വയസ്സിലാണ് ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപാടിൽ അവസാനിക്കുന്ന ബൈബിൾ എന്ന മഹത്തായ ഗ്രന്ഥം പകർത്തിയെഴുതിയത്. എന്താണ് ഇതിനൊരു പ്രചോദനം? എന്നുവെച്ചാൽ ബൈബിളോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നി ബൈബിളിൽ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയാലൊന്നും ഈശോയുടെ വീഴാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നു സന്തോഷം തോന്നി. 2.5 വർഷം നീണ്ടുനിന്ന ഒരു തപസ്യയുടെ പരിശ്രമ സ്ഥലമായിട്ടാണ് ബൈബിൾ എഴുതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് സ്വന്തം കൈപ്പടയിൽ. ഈ ഒരു യാത്രയിൽ, എഴുത്തിന്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം പകർന്നു തന്നത് ആരായിരുന്നു? പ്രചോദനം പറഞ്ഞ് വേറെ കുട്ടികളും വീട്ടിലുള്ള എല്ലാവരും സ്വന്തം. ബൈബിളിലെ ഒരുപാട് അധ്യായങ്ങളും മഹത്തായ വാക്യങ്ങളും ഉണ്ടല്ലോ. ഏത് ഭാഗം പകർത്തിയെഴുതിയപ്പോഴായിരുന്നു കൂടുതൽ ആത്മസംതൃപ്തി ടീച്ചർക്ക് കിട്ടിയത്? അത് ബൈബിളിൽ എഴുതി വന്നപ്പോൾ എല്ലാം നല്ലതാണ്. പക്ഷേ എങ്കിൽ പ്രധാന പീഡാനുഭവം നമുക്കൊരു ആത്മീയമായിട്ടൊരു വിഷമമുണ്ടായി. ഇത്രയും നല്ല ഈശ്വരനോട് ഇത്രയും നല്ല സ്നേഹത്തിലാവുന്ന നമ്മളെ ഒരു നമ്മുടെ പെരുമാറ്റം ഇങ്ങനെ വളരെ മോശമായിരുന്നു. അത് വിഷമമുണ്ടായി. ബൈബിളിൽ ഉള്ളതുപോലെ തന്നെ കുത്തും കൊമ്മയും ഉൾപ്പെടെ യാതൊരു മാറ്റവുമില്ലാതെയാണ് ബൈബിൾ പൂർണ്ണമായും എഴുതി തീർത്തത്. 2.5 വർഷം നീണ്ട സബരിക്കൊടുവിലാണ് എഴുത്ത് പൂർത്തിയാക്കിയത്. കടലാസം പേനയും തീരുന്നതനുസരിച്ച് വാങ്ങി നൽകി പ്രോത്സാഹനവുമായി കൊച്ചുമക്കൾ ഒപ്പം ചേർന്നപ്പോൾ ദീർഘനാളത്തെ പരിശ്രമം ഫലം കണ്ടു. എടൂരിലെ ആദ്യകാല കുടിയേറ്റക്കാരനായിരുന്ന റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ പരേതനായ MK പീറ്ററിന്റെ ഭാര്യയാണ് തങ്കമ്മ. എടൂർ സെന്റ് മേരീസ് ഫൊറോന ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന ദേവാലയത്തിലെ വികാരി ഫാദർ തോമസ് വടക്കേമുറിയിൽ ബൈബിൾ ഏറ്റുവാങ്ങുകയും തങ്കമ്മയെ ആദരിക്കുകയും ചെയ്തിരുന്നു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.